ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജസ്റ്റർ ക്രിയേഷൻസ് അല്ല ജസ്റ്റർ വ്ളോഗ്സ്. വെൽക്കം ബാക്ക് അല്ലേ, ഇത് ആദ്യത്തെ വീഡിയോ ആണ്. നമുക്കിന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പുതിയ ചാനൽ തുടങ്ങി. ആരും ഒരു സബ്സ്ക്രൈബർ പോലും ആയില്ല ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഗൈസ്. ഫസ്റ്റ് എന്തോ അബദ്ധം പറ്റിപ്പോയെന്നോ. ഇത് റോഡ് സൈഡിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷെ ഞാൻ നേരെ എടുത്തു പോയത് സ്ട്രേറ്റ് വെച്ച് ചരിച്ച് വെച്ചെടുത്ത ബർബ്. അതാണ് ഇങ്ങനെ പറ്റിയത്. നമ്മൾ കരകുത്തിൻ്റെ അടുത്തെത്താറായി. റോഡ് സൈഡിലുള്ള ലൈറ്റുകളാണ് ഗൈസ് കാണുന്നത്. എനിക്ക് പുറത്തുള്ള ലൈറ്റ് കണ്ടപ്പോൾ മനസ്സിലായി അകത്ത് സീന സാധനമായിരിക്കുമെന്ന്. ഉണ്ടോ, വെളിയിൽ നിന്ന് എന്നെ അകത്ത് മതിലിനകത്തോട്ട് നോക്കിയാൽ ഇങ്ങനെ കാണാം. പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? കിണ്ണം കാച്ചി സ്ഥാപനം. ഇനി ഇതിനെന്താ, ഇതിനൊരു വാക്കുകളില്ല. ഉണ്ടോ ഒരു കൊട്ടാരം. അപ്പോൾ ഗൈസ് നമ്മൾ എത്താറായിട്ടുണ്ട്. ഗൈസ് എത്തി, അവിടെ എത്തി. അവിടെ കന്യാകുമാരി കൊട്ടാരത്തിൻ്റെ നടുക്കിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഭൂമിക്കകത്ത് കേരളം. കേരളം മാത്രമേ ഉള്ളൂ, ഇന്ത്യയിലൊന്നും വേണ്ട. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2025 കണ്ടോ ഗൈസ്. പിന്നെ നമ്മൾ പതുക്കെ നടന്ന് ആ പാലസിൻ്റെ അവിടെ എത്തി. പാലസിൻ്റെ അവിടെ എത്തിയിട്ട് അവിടുത്തെ ഒരു ലൈറ്റ് കണ്ട് മോഹിച്ച് അവിടുത്തെ ഫോട്ടോ എടുത്ത്. പിന്നെ ഗൈസ് വരുന്നത് എൻ്റെ വലത്തെ വശത്ത് കുറേ മഷ്റൂം നിൽപ്പുണ്ട്, ബാക്കിൽ കുറേ പോളാർ ബിയർ നിൽപ്പുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെത്തി, മറ്റേ ഭൂമിയുടെ ഗൈസ്. നമ്മളങ്ങനെ പോളാർ ബിയറൊക്കെ കടന്ന്, പോളാർ ബിയർ കടന്നിട്ടില്ല, കടന്നുകൊണ്ടിരിക്കുന്നു. പോളാർ ബിയറൊക്കെ കടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ ഇടത്തെ വശത്തൂടെയാണ് പോകേണ്ടത്. കണ്ടോ പോളാർ ബിയർ, നിങ്ങൾ ക്ലിയറായിട്ട് കണ്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്, മറ്റേ മഷ്റൂമിൻ്റെ സ്ഥലത്ത്. മഷ്റൂം, അതിൻ്റെ പേര് മഷ്റൂം തന്നെ ഗൈസ്, ഞാൻ മറന്നുപോയി. ഇപ്പോഴാണ് ചരിച്ചെടുക്കാൻ ഒരു ബോധം തോന്നിയത്. ഇനി ഞാൻ ചരിച്ചെടുക്കും ഗൈസ്. കണ്ടോ മഷ്റൂംസ്, കണ്ടോ ഗൈസ്. ഇവിടുത്തെ കാഴ്ചകളാണ്. മറ്റേ വെളിയിൽ നിന്ന് കണ്ട നമ്മൾ കണ്ട പൂവാണത്. പിന്നെ ഇനിയും കുറേ കാഴ്ചകളുണ്ട് ഗൈസ്, കുറേ കാഴ്ചകൾ. ഉണ്ടോ മഷ്റൂം, പിന്നെയും മഷ്റൂം വന്ന്. മഷ്റൂമൊന്നും ഒറിജിനലല്ല, അത് വേറെ കാര്യം. ഒറിജിനലല്ലാത്ത മഷ്റൂമാണ്. കണ്ടോ ഗൈസ്, നമ്മൾ പണ്ടത്തെ ഫാമിംഗ് ഹൗസിലൊക്കെ കാണുന്ന സാധനം. ഇതൊരു പൂവാണ്, പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ മൊത്തം പ്ലാസ്റ്റിക്കാണ് ഗൈസ്. ഒരു വലിയ ആൾക്ക് 50 രൂപയും ഒരു കൊച്ചിന് 30 രൂപയും. 12 വയസ്സിനുള്ള താഴെയാണ് കൊച്ചുള്ളവർ ഇവിടെ. അത് ശരി. നമ്മളങ്ങനെ നടന്ന് ആ ബ്ലൂ ലൈറ്റും കഴിഞ്ഞ് ആ മഷ്റൂം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗൈസ്, കുറച്ച് ദൂരം ഉണ്ട് അത്. ഗൈസ് കണ്ടോ, ഈ കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഡിനോസർ, പോത്ത്. കണ്ടോ പാമ്പ്, പറഞ്ഞില്ല അതിനു മുമ്പേ വന്നു. പാമ്പ് ഗൈസ്, പാമ്പ്. വലിയൊരു പാമ്പിൻ്റെ വായ്ക്കത്തൊട്ട് നമ്മൾ പോകുന്നതാണ്. കണ്ടോ പാമ്പിൻ്റെ പല്ല് പിടിച്ച് നോക്കിയാല. വേണ്ട ഗൈസ്, നമ്മളങ്ങനെ പാമ്പിൻ്റെ അപ്പുറത്തെ വശത്തെത്തി. ഇറങ്ങി നോക്കിയപ്പോൾ എൻ്റെ മോനെ, എന്ത് ഇജാതി സ്ഥലം ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അടിപൊളി. ഈ ക്രിസ്മസ് കാലം ഇവിടെ കിടിലാണ്, നിങ്ങൾ വന്ന് കാണണം. എന്നിട്ട് ഒരു അമ്മച്ചിയൊക്കെ അവിടെ നോക്കുമ്പോൾ നിൽപ്പുണ്ട്. കുഴപ്പമില്ല, അമ്മച്ചി അറിഞ്ഞില്ല ഗൈസ് ഒന്നും. അമ്മച്ചി പാവം, അമ്മച്ചി പെട്ടുപോയി. കുഴപ്പമില്ല. നമ്മളിപ്പോൾ പിന്നെയും അകത്തൂടെ കയറി അവിടെ ഒരു സാധനം വീണു ഗൈസ്. നമ്മളെ ഒരു ഫാന ഞാൻ എടുക്കാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തിട്ട് പിന്നെ അവിടെ തന്നെ വരും. നടന്ന് അവിടെ എത്തുന്നില്ല കേസ്. ഞാൻ അത്രയും കട്ട് ചെയ്ത് കളഞ്ഞാണ്, തിരിച്ച് പോണതാണ് കേസ് ഞാൻ എടുത്തത്. പോയി ആ സാധനം എടുത്തിട്ട് ഉടനെ വരാം. ഇന്നില്ല, ഭയങ്കര തിരക്കാണ് അവിടെ. ഇന്നില്ല. അപ്പോൾ നമ്മൾ എത്തി. ശരി, എന്നാൽ അതെല്ലാം എടുത്തിട്ട് പിന്നെയും തിരിച്ച് ഇപ്പുറത്തെ വശത്ത് വന്നിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. എന്താ വലിയ സ്നോമൻ, നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇത് ഐസ് കൊണ്ടല്ല, ഇത് തുണി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മഴ നനഞ്ഞ എല്ലാം അപ്പം തീർന്നെന്ന് വിചാരിച്ചത്. ഇതെല്ലാം തെർമാക്കോളാണ് ഗൈസ്. മുകളിൽ കണ്ടോ ലവ് ചിഹ്നം, ഇത് ഹാർട്ടിൻ്റെ ചിഹ്നം. ഇവിടെ തൻ്റെ പ്രണയന്മാരെയൊക്കെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് ലൈനാവുമെന്നാണ് പറയുന്നത്. അവിടെ ഒരു സ്ക്രീൻ വെച്ചിരിക്കുന്നത് ഗൈസ്. ഒറ്റ സ്ക്രീനെ ഇവിടെ കാണാൻ പറ്റും.
പിന്നെ നമ്മൾ പിന്നെയും അറിയാതെ ക്യാമറ അറിയാതെ തിരിച്ചു വെച്ചു. അപ്പം നേരെ കണ്ടോ ഗൈസ്, നമ്മൾ കുറച്ചും കൂടെ ആ കൊട്ടാരത്തിന് ഇപ്പുറത്ത് വശത്ത് ഹാപ്പി ന്യൂ ഇയർ 2025 എന്ന് എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കാണിച്ചു തരാം. കണ്ടോ, ഈ റെഡ് സാധനം എനിക്ക് എന്തോന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. സാധനം എന്തോന്ന് ഡയമണ്ട് ആണോ? ഓക്കെ, ഇത് പറഞ്ഞു തന്നത് ഡയമണ്ട് ആണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഗൈസ്, ഒരു സ്ട്രിങ് പോലത്തെ സാധനം. ആ ലൈറ്റിൽ തന്നെ നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ മറ്റേ ലൈറ്റ് അത് കുറേ ദൂരം ഉണ്ട് നടക്കുമ്പോൾ. അതിലൊക്കെ കാണിച്ച് നടക്കുകയാണ്. സോ നീണ്ടു പൊങ്ങിയിരിക്കുന്ന സാധനം കണ്ടു. അതാണ് പേര് പൈതാഗോറസ്. മറ്റേ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഡൈനോസർ. കണ്ണും മൂക്കൊന്നും തലയാകുമ്പോ തിരിയാണ് ചെറിയ. എൻ്റെ ബാക്കിയാണ് 2025. ഹാപ്പി ന്യൂ ഇയർ 2025. അടുത്ത് കരടി. ആദ്യം പാമ്പ്, പിന്നെ ഡൈനോസർ, ഇപ്പം കരടി. പിന്നെ കുറച്ചും കൂടെ നടന്നപ്പോൾ നമ്മുടെ ഒറിജിനൽ പുഷ്പോത്സവം തുടങ്ങി. ഇവിടെ നിന്നാണ് കേസ് തുടങ്ങുന്നത്. ഈ അപ്പൂപ്പനാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പിന്നെ നടന്ന് ആ ഭൂമിയുടെ ബാഗിലെത്തി. ഇതാ കണ്ടോ കിടിലം, നമ്മുടെ അനിയത്തിയാണ് അവിടെ നിൽക്കുന്നത്. അനിയത്തി ബാക്കിൽ തന്നെ ഉണ്ട് കേസ്. അതുകൊണ്ട് നിന്ന് ഇടിച്ചു. കണ്ടോ കേസ്, എന്ത് വർണ്ണ ശബലമായ പുഷ്പങ്ങളാണ്. ഓരോ ഡിസൈനിലാണ് കേസ് വെച്ചിരിക്കുന്നത്. ഇനിയും കുറേ സംഭവമുണ്ട്. ഇത് മറ്റേ ഇന്ത്യ ഫ്ലാഗ് ഓഗസ്റ്റ് 15 തൂക്കുന്ന സ്ഥലമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇത് ഇച്ചിയ മുല്ല എന്തോ ആണ്. അതെന്തോ ഹിരി എന്തോ വഴിയത്. ജമന്തി ഫോറി നടന്നു പോയപ്പോൾ പിന്നെയും ഇതാ ഭൂമിയുടെ കേരള ടൂറിസം എന്ന ഇത് കണ്ടു. കുറേ കൂടെ നടന്ന് ഒരിടത്ത് ഇരുന്നു. എന്നിട്ട് വിയാഡി നട്ടാലെ, ഞാൻ ഡി നട്ടാലെ എന്ന് പറഞ്ഞ ഫുട്ബോൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഫുട്ബോളറിനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു ക്രിസ്മസ് ഹൗസ് പോലെ, ക്രിസ്മസ് കോളനി. പുല്ല് മൊത്തം പുല്ലാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, പുല്ല് മൊത്തം സീരിയസ് ആക്കി വെച്ചിട്ടുണ്ട്. അത് വെപ്പ് പുല്ലാണെങ്കിൽ കാണാൻ കൊള്ളാം കൈസ്. ഒറിജിനലാണോ എന്ന് അറിഞ്ഞൂടാ, ഞാൻ തൊട്ട് നോക്കില്ല. പുതിയ തൊട്ട് നോക്കില്ല. പിന്നെ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ പുൽക്കൂട് കേസ്. അത് ഒരു കൊച്ചു ആവ ഒരുത്ത നടന്നു പോണ്. അവനെ നോട്ടം കണ്ടെത്തോന്ന് ഞാൻ വലിയ ഫേമസ് യൂട്യൂബറായിരുന്നു. പക്ഷെ അവൻ എനിക്കല്ലേ അറിയാമോ എന്നെ ഫസ്റ്റ്. കണ്ടോ കേസ്, വേറൊരു മോഡലിലാണ് നടത്തിയിരിക്കുന്നത്. അവിടെ ഒരു താമരപ്പൂവുണ്ട് കേസ്. താമരാപ്പൂവുണ്ട് അവിടെ. ആ താമരാപ്പൂ കണ്ടോ ഇതായിരിക്കുന്നു. എന്നിട്ട് നമ്മളെത്തിയിരിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. വേറൊരു സ്ഥലത്തല്ല കേസ്, അവിടെ തന്നെ. ചുമ്മാ ഡയലോഗ് അടിക്കുക. എന്ത് രസമാണെന്ന് നല്ല രസമാണ് കേസ്. ചുമ്മാ ഡയലോഗ് അടിക്കാൻ. കുറെ ഇലകളാണ് കേസ് കാണുന്നത്. ഇല പിന്നെ കണ്ടോ എന്തോന്ന് ബയോ എനിക്ക് വായിക്കാൻ ഒത്തിരി പാടാണ് കേസ്. അത് പേടി നടന്നു പോകണോണ്ട് കാണാൻ പറ്റില്ല. ആഫ്രിക്കൻ മല്ലി കണ്ടോ കേസ്, ആഫ്രിക്കൻ മല്ലി. ഇനി അയ്യപ്പാവ, അതെന്തോ പേര് കേസ്, അയ്യപ്പാവ കുഴപ്പമില്ല. കണ്ടോ കേസ്, നടന്നു പോകുമ്പോൾ കുറെ വേലുകുട്ടന്മാർ അവിടെ പിടച്ചു കിടക്കുന്നു. പിന്നെ നമ്മൾ പിന്നെ ആ യോദ്ധാക്കളെ വാക്ക് പറഞ്ഞ് വേറൊരു യോദ്ധാവ് വിടയായ കാഴ്ചയാണ് ഗൈസ്. നമ്മുടെ പൊന്നാര പേര് മറന്നുപോയി. MD വാസുദേവൻ നായർ. അതാ പിള്ളേ എന്തോ ആണ് ഗൈസ്. അത് എന്തോന്ന് വന്നു ഇപ്പൊ കണ്ടത് MD വാസുദേവൻ നായരിനെയാണ്. വലിയ പ്രശസ്ത കവിയാണ്. 2 ദിവസം മുമ്പ് വിടയായിപ്പോയി ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നടന്ന് വേറൊരു സ്ഥലത്തെത്തിയിട്ട് ഇത് പാലസിൻ്റെ ഫ്രണ്ട് വശമാണ്. കുറേ പുല്ല് മാത്രമേ ഉണ്ട്, വേറെ ഒന്നുമില്ല ഇവിടെ. അതിൻ്റെ അപ്പുറത്താണ് ഗൈസ്. ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇന്ത്യയാണ്, പക്ഷെ ഇന്ത്യയല്ല. ഇത് ശംഖാണ് ഗൈസ്. നിങ്ങൾക്ക് കണ്ടാൽ പറയൂ ഒരു ശംഖാണ്. അവിടുത്തെ ഈ മാമൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ശംഖെന്ന് പറഞ്ഞത്.
ഗൈസ് അങ്ങനെ നടന്ന് ആകാശമൊക്കെ ഷൂട്ട് ചെയ്ത് നടന്ന് അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് എവിടെ ഇതേ സ്ഥലം? ആ, അങ്ങന്മാടി പോലത്തെ ഒരു സ്ഥലമാണ് ഗൈസ്. ഇത് കുറേ പൂവുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോകാന്നാണ് തോന്നുന്നത്. വാങ്ങാൻ പറ്റൂലേ? ഇല്ല ഗൈസ്, വാങ്ങിക്കാൻ പറ്റൂല, ദാരിദ്ര്യം. കണ്ടോ ഗൈസ്, ഇതിൻ്റെ ഇടയിൽ നമുക്ക് കയറാൻ പറ്റും. ഒന്ന് കയറി ഒരു പൂവിൻ്റെ നല്ലൊരു ഫോട്ടോ കാണിച്ചു തരാം ഗൈസ്. അടുത്തോട്ട് വയ്ക്ക്. കണ്ടോ ഗൈസ്, ബജ്ജ റോസാപ്പൂ. ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ ബജ്ജ റോസാപ്പൂ? ഇല്ലെങ്കിൽ നോക്ക്. ഇത് എന്തത് നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റേ തെങ്ങല്ലടി അത് മറ്റേ വെള്ളത്തിനടിയിൽ വെള്ളം നിൽക്കാൻ മറ്റേ കപ്പൽ നിൽക്കാൻ വേണ്ടിയുള്ള സാധനം. അത് കണ്ടോ, ഇതൊരു പ്ലാസ്റ്റിക് വെറൈറ്റി പൂവാണ്. ഇത് നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഒറിജിനൽ ഇംഗ്ലീഷുകാർ വന്നേക്കുന്നു, പച്ച മലയാളം പോലും പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത ഇതേത് സൺഫ്ലവറാണ്? അല്ല, ഏത് പോകുന്ന അറിഞ്ഞൂടാ. പിന്നെ നടന്ന് അടുത്ത വശത്തേക്ക് എത്താറായി. ഇനി കുറെ നടക്കാനുണ്ട്. ഇത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകണോണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്തൊരു കളർഫുൾ പൂക്കളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ ഒന്ന് കാണണം. ചെറിയ വിലയേ ഉള്ളൂ കൈസ് ഇതിനകത്ത് കയറാൻ. വലിയ ആളുകൾക്കാണെങ്കിൽ വലിയത്. ഇതിനകത്ത് എല്ലാ കളറുണ്ട് കൈസ്. ഇൻഡിഗോയും സിൽവറും അതേപോലത്തെ കളറൊന്നുമില്ല. ബ്രൗൺ ഫ്ലവറുണ്ട്. പിന്നെ ബ്ലൂ ഉണ്ടെങ്കിൽ ബ്രൗൺ ഇല്ല. ഇനി ബ്ലൂ ഫ്ലവറൊക്കെ കാണാൻ കിടക്കണേ ഉള്ളൂ. ഇതൊക്കെ കണ്ടാസ്വദിക്കൂ ഗൈസ്, കണ്ടാസ്വദിക്കൂ. ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ നല്ല രസമായിരിക്കും. യെസ്, ആ പാലസ് കണ്ടോ ഗൈസ്, ആ റെഡ് പൂശിയ പാലസ്. പണ്ട് ഏത് രാജാവായിരുന്നു? കനകക്കുന്ന് കൊട്ടാരത്തിൽ പ്രവേശിച്ചാൽ നമുക്ക് മറ്റേത് കാണാൻ പറ്റും. അവസാനം ഉള്ള രാജാവാണ് കനകക്കുന്ന് രാജാവ്. ഗൈസ് ചുമ്മാ പറഞ്ഞാണ്, അതൊന്നുമല്ല. അങ്ങനെ നടന്ന് അടുത്ത വശത്തെത്തി. ഇപ്പുറത്തെ വശത്ത് ഗൈസ് കുറേ ഷൂട്ട് ചെയ്യാൻ ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറേ നേരം കൊണ്ട് ഷൂട്ട് ചെയ്യണം ഗൈസ്. നിങ്ങൾക്ക് ഇതിൻ്റെ പാടൊന്നും അറിഞ്ഞുകൂടാ തന്നെ ഗൈസ്. ഫ്ലവറും ഉണ്ട്, ഡോൾഫിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ വെളിയിലത്തെ ഈ ഡോൾഫിനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി വീട്ടിൽ കൊണ്ട് കറി വെച്ച് തിന്നാമെന്ന് തോന്നി. നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ ഇങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാല്ലേ? പിന്നെ നമ്മൾ അകത്തോട്ട് കയറി പോവുകയാണ്. പോയി നമ്മളിപ്പോൾ എവിടെ എത്തിയത്? തന്നെ ഗൈസ് കളർഫുൾ ലോകത്തിൽ തന്നെ ഗൈസ്. ഇതിനകത്താണ് ബ്ലൂ ഫ്ലവറുള്ള. പെട്ടെന്ന് വെളിയിലിറങ്ങുന്ന വീഡിയോ ഇട്ടു ഗൈസ്. സോറി, മാറിപ്പോയി. കുറച്ച് നേരം വെളിയിൽ തന്നെ നിൽക്കാൻ ഗൈസ്. കുറച്ചും കൂടെ കാണാനുണ്ട് വെളിയിൽ, അതെല്ലാം കാണിച്ചു തരാം. ഇത് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷമുള്ളതാണ് ഗൈസ്. അതിനകത്ത് ബ്ലൂ ഫ്ലവർ ഉണ്ട് ഗൈസ്. അത് ഞാൻ ചിലപ്പം മാറി, അയ്യോ അത് കിട്ടിയില്ലല്ലേ. അത് കുഴപ്പമില്ല. കണ്ടോ ഗൈസ്, ഇത് വേറെന്തോ ഇതാണ്. ഇത് പിന്നെ നമുക്കിതാ കുറേ ചെറിയ മരങ്ങൾ, വലിയതാവുന്ന മരത്തിനെ എന്തോ ചെയ്ത് ചെറുതാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കണ്ടോ, ബോൺസായി. അതിൻ്റെ പേരാണ് ബോൺസായി. യെസ്, അങ്ങനെ നടന്ന് ഇഷ്ടംപോലെ ട്രീസ് ഉണ്ട് ഗൈസ്. അവിടെ കുറേ ട്രീസ്. ചെടിച്ചട്ടിയിലാണ് മരത്തിന് വെച്ചിരിക്കുന്നത്. ചെടിച്ചട്ടിയല്ല, മണ്ണ്. ഇല്ല, അതേപോലെ എന്താ തന്നെ അത് പ്ലേറ്റ് പോലെ എന്തോ ആണ്. ഇഷ്ടയാക്കാതിരിക്കുക. നമ്മളങ്ങനെ നടന്ന് അവസാനം നമ്മൾ പിന്നെ അകത്ത കാഴ്ചയിലേക്ക് പോവുകയാണ് ഗൈസ്. കണ്ടോ, ഇത് കണ്ടോ ഗൈസ്, ഇത് ഏതോ ഗാലറി പോലത്തെ സ്ഥലമാണ് ഗൈസ്. അവിടെ ആരും താമസിച്ചിട്ടില്ലേ കൊട്ടാരത്തിൽ? തന്നെ ഗൈസ്, യെല്ലോ കളർ, ഇത് പിങ്കല്ല ഗൈസ്. കണ്ടോ, ആരും കാണാത്ത സൺഫ്ലവർ തിരിച്ചു പോയി. പിന്നെ ജമന്തി പൂവ്, ജമന്തി, വയലറ്റ് പൂ. അവസാനം അപ്പുറത്ത് പോകുമ്പോൾ കുറേ നല്ല പൂവ്. ഇത് നിങ്ങൾ നേരിട്ടൊന്ന് കാണണം ഗൈസ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ച് നടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാം. ഒരു റോസാപ്പൂ പറിച്ചെടുത്താൽ വിചാരിച്ചു അവിടുത്തെ ഗാർഡിയൻ സമ്മതിച്ചില്ല. അടുത്ത വീഡിയോ എടുക്കാൻ തന്നെ സമ്മതിച്ചില്ല. പക്ഷെ നമ്മൾ കേൾക്കോ തന്നെ ഗൈസ്. കണ്ട ലവ് ചിഹ്നം കൊണ്ടോ ഗൈസ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടത്ത് വെച്ചതാ ഇത്. ഇനി അടുത്ത് ബ്ലൂ ഉണ്ട് ഗൈസ്. ബ്ലൂ ഫ്ലവർ.
അത് തന്നെ ഗൈസ് ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഇതിപ്പോൾ ഒരു ബ്ലൂ ഫ്ലവർ ഉണ്ട് ഗൈസ്, അതൊക്കെയാ എത്തും ഗൈസ്. ആ ബ്ലൂ ഫ്ലവർ ഇതൊക്കെ കല്യാണത്തിന് കൊണ്ടുപോകുന്ന ഫ്ലവർ. ഇതാ കണ്ടാ ഗൈസ്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബ്ലൂ ഫ്ലവർ കാണുന്നത്. റോസല്ല, അത് സൺഫ്ലവർ ഒരു സാധനം. അങ്ങനെ വെളിയിറങ്ങി പിന്നെ ഷൂട്ടിങ് തുടങ്ങി. ഷൂട്ടിങ് കഴിയാൻ വേണ്ടി ഇനി എത്ര ദിവസം എടുക്കുമെന്ന് നമ്മുടെ തമ്പുരാൻ അറിയാം. നടന്ന് കണ്ടോ ഈ ഭൂമികളെ കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. ഇതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. കണ്ട മേലെ കണ്ട ഞാനാണത്. ഇതായിരുന്നു കണ്ട പിന്നെ നടന്നൊരു പൂവിൻ്റെ അടുത്തേക്ക് എത്തി കഴിച്ചു. പൂവ് കണ്ടോ, മെഗാ പിക്സൽ ക്യാമറ. എന്ത് ക്വാളിറ്റിയാണെന്നുള്ളത് ഒന്നും മനസ്സിലാവില്ല ആർക്കും. അങ്ങനത്തെ സാധനമാണ്. ക്വാളിറ്റി ഒന്നല്ല ഇത്, വേറെ എന്തോ പറയും. അങ്ങനെ നടന്ന് അടുത്ത വശത്തേക്ക് നമ്മളെത്തി. അവിടെ കുറേ ഇത് കണ്ടു. ക്യാക്ടസ് മെയിനായിട്ട് കണ്ടു. എൻ്റെ മരുഭൂമിയിലുള്ള ക്യാക്ടസ് ഒക്കെ കുറേ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ക്യാക്ടസ് അല്ല. ഇത് ക്യാക്ടസ് അല്ല തന്നെ കേസ്, ഇത് വേറെ ഏതോ ഫ്ലവേഴ്സ് ആണ്. കിട്ടുമായിരിക്കും. നടന്ന് അപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എത്തി കേസ്, ചിരി വന്നു പോയി കേസ്. ക്യാക്ടസ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചിരി. മരുഭൂമി അവരെ ശപിക്കുന്നു. പക്ഷേ തന്നെ ഇതിന് ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഇനി വെള്ളം ആവശ്യമില്ല. മറ്റുള്ള പ്രാണികൾക്ക് വെള്ളം കൊടുക്കും. അല്ല, പ്രാണികൾക്ക് വെള്ളം കൊടുക്കും. ലൈക്ക് ഈയൽ പക്ഷി കണ്ടോ, വലിയ ക്യാക്ടസ് കണ്ടോ, വലിയ ക്യാക്ടസ്. ഈ അടുത്ത് നമ്മൾ അടുത്ത സെക്ഷനിലെത്തി. ഇതൊക്കെ എപ്പോഴും എൻ്റെ വീട്ടിലുള്ള പൂക്കളാണ് കഴിച്ച്. ഇത് എത്ര ദിവസം കൊണ്ട് കണ്ട് മടുത്ത് കിടക്കുന്ന സാധനം. എന്നാലും നല്ല കളക്ഷനാണ് ഗൈസ് ഫ്ലവേഴ്സിൻ്റെ. എത്ര കളക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുറേ കളക്ഷനുണ്ട് ഗൈസ്. ഇനി കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ. കൂടുതൽ കാണിക്കാൻ അവർ സമ്മതിക്കില്ല ഗൈസ്. എന്ത് ചെയ്യാതെ പ്രശ്നമായിപ്പോയി. കണ്ട മാമന്മാർ ഫേമസ് ആകുമെന്ന് വിചാരിച്ച് നടക്കണണ്ട. ബാഹുബലി ഗൈസ് കണ്ട ഫ്ലവറിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻ ഇവിടെ കിട്ടാറുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ കടയുമുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചോ. പക്ഷേ എനിക്ക് ലിങ്കൊന്നും തരാൻ അറിഞ്ഞുകൂടാ ഗൈസ്. സോറി, അത് ലിങ്ക് തരാൻ അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് തരായിരുന്നു ഗൈസ്. നടന്ന് നമ്മളങ്ങനെ എൻഡിലേക്ക് എത്താറായി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോണ്, അത്ര തന്നെ. അയ്യോ ഉണ്ടാതിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഈ ചാനൽ നല്ല